എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ആയിട്ട് റംസാൻ ആശംസകൾ. ഇന്ന് വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. കാരണം അമേരിക്ക ലോകത്തിൽ ആദ്യമായിട്ട് തോറ്റുപോയ ഒരു ദിവസമാണ് ഇന്നലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനവട്ട ചർച്ച ആയിരുന്നില്ല ഇന്നലെ ജനീവയിൽ നടന്നത്. പക്ഷേ അതൊരു അവസാന ചർച്ചയായിട്ട് തല്ലിപ്പിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അമേരിക്ക തോറ്റുപോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കാണിച്ചു കൂട്ടിയത് എന്ന്. ഇറാനെ ഇല്ലാതാക്കി കളയും, ഇറാന്റെ സൈന്യത്തിന് വരെ മുന്നറിയിപ്പ് കൊടുത്തു, പടക്കപ്പലുകൾ നിരത്തി, F-35 പോലുള്ള ഫൈറ്റർ ജെറ്റുകൾ നിരത്തി, മിസൈലുകൾ നിരത്തി, ടാങ്ക് വേദം മിസൈലുകൾ നിരത്തി, പലതും നിരത്തി, ഡ്രോണുകൾ കൊണ്ടെന്ന് കാട്ടി ഇറാനെ വളഞ്ഞു എന്നുള്ള രീതിയിൽ പല ഭാഗത്തു നിന്നും പലരെ കൊണ്ടും പറയിപ്പിച്ചു. ഇതൊന്നും മൈൻഡ് ചെയ്തില്ല ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇതാണ് ഇറാന്റെ പാരമ്പര്യം. ഭീഷണിപ്പെടുത്തിയ മുട്ടുമടക്കില്ല എന്ന് അവർ തുടക്കം മുതൽ പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപിന്റെ പ്രസ്താവനയൊക്കെ വീരവാദവും വീമ്പളക്കലും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നിലവിലെ അവസ്ഥ ഒന്ന് കേട്ടോ. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഒന്ന് പറഞ്ഞാൽ മതി, ചർച്ച ചെയ്ത് ഇനി ചർച്ചയുടെ ആവശ്യമില്ല, നമ്മൾക്ക് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പൊ ഇറാനൊരു മെസ്സേജ് വിട്ടേക്കാണ്. ഇതാണ് അവസ്ഥ. എന്തൊക്കെയായിരുന്നു? ഇറാൻ സൈന്യത്തിനെ നശിപ്പിക്കും, ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കും, ഇറാനിൽ ജനാധിപത്യം കൊണ്ടുവരും, ഇറാന്റെ സമ്പുഷ്ടീകരണ യുറേനിയം കൊണ്ടുപോയി ഞങ്ങളെ പറയുന്ന രാജ്യത്ത് വെക്കും, ഇതെല്ലാം സമ്മതിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഇപ്പൊ വെറുതെ ആയത്തുള്ള ഖമേനി ഒരു ലെറ്ററിൽ എഴുതി കൊടുത്താൽ മതി, ഞങ്ങൾ ഇനി ആണവായുധം നിർമ്മിക്കില്ല എന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയെ കൊണ്ടുവന്ന് എത്തിച്ച് ഇപ്പൊ മൂന്നാം വട്ട ചർച്ചയിൽ ജനീവയിൽ നടന്ന ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ മരുമകൻ അടക്കം അമേരിക്കൻ ടീമും ഇറാൻ ടീമും വന്നു. പഴയതുപോലെ പുതിയ രീതിയിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ റേഞ്ച് കുറയ്ക്കണം, അതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണ യുറേനിയം ഞങ്ങൾക്ക് തരണം, ഇതെല്ലാം ആവശ്യങ്ങൾ വീണ്ടും വെച്ചു. ഒറ്റ മറുപടിയിൽ ഇറാൻ എല്ലാം നിർത്തി. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങൾ, അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും വർഷങ്ങളായിട്ട് 40ഓളം വർഷങ്ങളായിട്ട് ഞങ്ങൾക്കെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം എന്ന ഒരൊറ്റ വരിയിൽ ആ ചർച്ച അവിടെ നിർത്തി എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. പഴയ കാലത്ത് അമേരിക്ക വൻകിട യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. കാലം മാറി, ടെക്നോളജി മാറി, ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചത്. ഇനി പണ്ടൊക്കെ യുദ്ധം നടത്തി എന്ന് പറഞ്ഞ് ആ ഒരു റേഞ്ചിൽ പോയിട്ട് ഇപ്പൊ യുദ്ധം നടത്തിയാൽ, പണ്ടൊക്കെ 4000, അതായത് ഇറാഖിൽ 4000-ൽ കൂടുതൽ അമേരിക്കൻ ഭടന്മാരാണ് മരിച്ചു വീണത്. അതായത് 16,000 പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു അമേരിക്കൻ ഭടന്മാർക്ക്. ഓർക്കണം, ഇന്നൊരു 10 അമേരിക്കൻ സൈനികരും മരിച്ചാൽ ട്രംപിന്റെ കസേര തീർക്കും എന്നൊരു അവസ്ഥയിലാണ് അമേരിക്കൻ ജനങ്ങൾ. കാരണം ഇന്നത്തെ ആധുനിക കാലത്ത് യുദ്ധമോ ആക്രമണമോ ഒന്നും പുതിയ ജനതയ്ക്ക് താല്പര്യമില്ല. എൻജോയ്മെന്റ് ലൈഫാണ് അവരൊക്കെ കീപ്പ് ചെയ്യുന്നത്. ഇത്രയും വയസ്സായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രാന്താണെന്നും പറഞ്ഞ് അമേരിക്കൻ പട്ടാളത്തിനെയൊക്കെ കുരുതി കൊടുക്കാൻ അമേരിക്കൻ ഗവൺമെന്റോ അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങളോ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മതിരെത്തിച്ചിട്ട് തുപ്പാനും പറ്റില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഇനി സഖ്യരാജ്യങ്ങളാകട്ടെ താടിക്ക് കൈ കൊടുത്ത് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതിന് ഇറാനെതിരെ പോകാനായിട്ട്? കാരണം പണ്ട് മുതലേ, നൂറ്റാണ്ടുകൾ മുതലായിട്ട് പല രാജ്യങ്ങളും ഇറാനെ ആക്രമിച്ച് കീഴടക്കാനുള്ള ലക്ഷ്യത്തോട് വരികയും ഇതെല്ലാം വിഫലമായ ഒരു സംഭവങ്ങളൊക്കെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകുമായിരുന്നു. ഇതൊന്നും നോക്കാതെ തൻ്റെ ധാർഷ്ട്യം, അതായത് ചരിത്രത്തിൽ ഇടം നേടാൻ വേണ്ടി ഇറാനെ ആക്രമിച്ചു, ഇറാനെ ഒപ്പിടിച്ചു, നിർബന്ധിച്ച് എന്നൊക്കെ പറഞ്ഞ് വന്ന അമേരിക്കൻ പ്രസിഡന്റിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക തലവൻ, സൈനിക ശക്തിയുടെ തലവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാൻ എന്ന രാജ്യത്തിന് മുമ്പ് മുട്ടുകുത്തുന്ന കാഴ്ചയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കണേ. ഇനി ഇന്നലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഇസ്രായേലിന്റെ മൊസാദ് എന്ന ഇന്റലിജൻസ് ഏജൻസിയുടെ വക അമേരിക്കക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇറാനെതിരെ സമ്പൂർണ്ണ യുദ്ധം വിജയിക്കില്ല, 5 ദിവസം കൊണ്ട് അമേരിക്കയുടെ ആയുധങ്ങൾ തീരും,
ഇറാന്റെ മുന്നിൽ അടിയറവ് പറയേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് ഇന്നലെ, അതായത് 11 മണിക്കൂർ മുമ്പ് പുറത്തു വന്നു. ഇതും കൂടി കണ്ടപ്പോൾ കൂനുമ്മക്കുരു എന്നൊരു അവസ്ഥയിലേക്കായി. അതായത് കൂടെ നിൽക്കും എന്ന് വിചാരിച്ച ഇസ്രായേൽ വരെ പിൻവാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കാരണം ഇസ്രായേലിന് മനസ്സിലായി അമേരിക്കയ്ക്ക് ഒന്നും പോകാനില്ല. അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ ഉടനടി ഇസ്രായേലിനെ ആക്രമിക്കും, അമേരിക്കൻ ബേസുകൾ ആക്രമിക്കും. പക്ഷേ ഇസ്രായേലിന്റെ നഷ്ടമായിരിക്കും ഭീമം. ഇറാന് ഒന്നും പോകാനില്ല. ഇറാനിലെ കൊണ്ടുവന്ന് അമേരിക്കയിലിരിക്കുന്ന എല്ലാ ബോംബ് കൊണ്ടിട്ടാലും ഇറാന് ചുക്കൂല. അങ്ങനത്തെ ഒരു രാജ്യവും അങ്ങനെ പർവ്വതങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. അല്ലാതെ മരുഭൂമി പിടിച്ച നമ്മൾ കാണുന്ന ഒരു അറബി രാജ്യങ്ങളുടെ കൂട്ടുള്ള രാജ്യമല്ല ഇറാൻ. സമുദ്രത്താൽ ചുറ്റപ്പെട്ടതും അതുപോലെ തന്നെ വൻകിട മലകളും ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാനെ തോപ്പിക്കണമെങ്കിൽ ഇത് അമേരിക്കയുടെ 5 ദിവസം കൊണ്ട് അവരുടെ സൈനിക വെടിക്കോപ്പുകളെല്ലാം തീരും. പിന്നെ വീണ്ടും റീലോഡ് ചെയ്യണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച്, അതായത് മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്പർ 1 ചാര സംഘടനയാണ് എന്നൊക്കെയാണ് വായ്പ്. അവർ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കൻ ഇന്റലിജൻസിനും റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. കാരണം ഇറാന്റെ അത്യാധുനികമായ ഒരു ഡ്രോൺ, ആ ഡ്രോൺ മെറ്റലല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൂടാതെ ബാലസ്റ്റിക് മിസൈൽ ഫത്ത-2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പിടിക്കാൻ പറ്റിയ മിസൈലുകൾ കുറവാണ്. ഇത് ഹൈപ്പർസോണിക് മിസൈലാണ് എന്ന് ഓർക്കണം. ആ മിസൈലിനെ പേടിച്ചും അത് കൂടാതെ ചൈനയിൽ നിന്ന് ഇറാൻ കപ്പൽവേധ മിസൈലുകളും സംഘടിപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നതോടുകൂടി ഇനി എന്ത് ചെയ്യും എന്ന് അറിയില്ലാണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ, രാത്രി ആയപ്പോൾ ടെറസിന്റെ മുകളിൽ വൈറ്റ് ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തന കാഴ്ചയാണ് ട്രംപിനെ കാണാൻ സാധിക്കണേ എന്നാണ് അനൗദ്യോഗികമായിട്ട് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഇനി നമുക്ക് ഔദ്യോഗികമായിട്ട് വാഷിംഗ്ടൺ പോസ്റ്റിലും അമേരിക്കയുടെ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രത്തിലും അതുപോലെ തന്നെ സ്പുട്നിക് എന്ന റഷ്യൻ പത്രത്തിലൊക്കെ അനൗദ്യോഗികമായിട്ട് വന്ന വാർത്തകൾ നമുക്കൊന്ന് കേൾക്കാം. ഇറാൻ അമേരിക്ക ചർച്ചകൾ അവസാനിച്ചു. പുതിയ ഇറാൻ അമേരിക്ക ചർച്ചകളിൽ അമേരിക്കയുടെ എല്ലാ ആവശ്യങ്ങളും ഇറാൻ നിരസിച്ചതായി റിപ്പോർട്ട്. പ്രധാന വിഷയങ്ങളിൽ ഇരുപക്ഷവും യോജിപ്പിൽ എത്താത്തതിനാൽ ജനീവയിൽ നടന്ന ചർച്ചകൾ ഒരു കരാറുമില്ലാതെ അവസാനിക്കുകയായിരുന്നു. യുറേനിയം ശേഖരം രാജ്യത്തിന്റെ പുറത്തേക്ക് മാറ്റാനുള്ള ആവശ്യം ഇറാൻ നിരസിച്ചു. സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുന്നതിനും ആണവ സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനും അതിന്റെ പരിപാടിയിൽ സ്ഥിരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഇറാൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇറാൻ US ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും സാങ്കേതിക തല ചർച്ചകൾ അടുത്ത ആഴ്ച ഓസ്ട്രേലിയയിലെ വിയന്നയിൽ വെച്ച് നടക്കുമെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി ഖദർ അൽ ഖുദൈസി വ്യക്തമാക്കി. ജനീവയിൽ നടന്ന 3ാം റൗണ്ട് ചർച്ചകൾക്ക് ശേഷം അമേരിക്കയുമായുള്ള അടുത്ത ആണവ ചർച്ചകൾ ഒരാഴ്ചക്കുള്ളിൽ പ്രതീക്ഷിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ലി പറഞ്ഞു. നിലവിൽ ജനീവയിൽ നടന്ന ചർച്ചകൾ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതും ഏറ്റവും ഗൗരവമേറിയതും ദൈർഘ്യമുള്ളതുമായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതാണ് ഇന്നത്തെ അമേരിക്കയുടെ അവസ്ഥ. അപ്പോൾ ഞാൻ ആദ്യമേ എല്ലാവരോടും അഡ്വാൻസായിട്ട് റംസാൻ ആശംസകൾ പറഞ്ഞു. എന്നോട് താല്പര്യമുള്ള എല്ലാവരും എനിക്ക് തിരിച്ചും ആശംസകൾ അർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഏത് രീതിയിലുള്ള സംശയ നിവാരണങ്ങൾക്കെല്ലാം ഞാൻ ഇവിടെ ഓൺലൈനിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.